ഹായ്. SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒന്നല്ലെങ്കിൽ ഫെയിൽ ആയാള് അല്ലെങ്കിൽ പല കാരണങ്ങളാൽ മുമ്പ് 10ാം ക്ലാസ്സോ 10ോ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള 10ാം ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 3 കാര്യങ്ങളിലായിട്ടാണ് നമ്മൾ 10ാം ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 3 യൂണിവേഴ്സിറ്റിന്റെ അല്ലെങ്കിൽ 3 വിഭാഗങ്ങളുടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 10ാം ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നാണ് NIOS. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്ത ഒന്നാണ് ജാമിയ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ജാമിയ. മൂന്നാമത്തതാണ് ബോസെ. ഈ 3 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് 10th എഴുതാനുള്ളത്. 3ലും 10ാം ക്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ജാമിയ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ബോസെ എന്ന് പറയുന്നതൊക്കെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡീസ് ആണ് ഓരോരോ വിഭാഗത്തിന്റെ. ഇപ്പൊ നമ്മുടെ SSLC എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ കേരളത്തിന്റെ എഡ്യൂക്കേഷണൽ ബോർഡ് കൊടുക്കുന്നതാണ് എന്ത്, കേരള നമ്മുടെ SSLC നമ്മളിപ്പോ പഠിക്കുന്ന സാധാരണ കുട്ടികൾക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ NIOS എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് 10ാം ക്ലാസ്സിന്റെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അതിനെ NIOS എന്ന് പറയും. അതുപോലെ തന്നെ ജാമിയ എന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സിറ്റിയാണ്, അവർ പ്രൊവൈഡ് ചെയ്യുന്നതിന് ജാമിയ എന്ന് പറയും. അതുപോലെ തന്നെ ബോസെ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ പഠനം മുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ 10ാം ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ 3നും 3ന്റേതായ സവിശേഷതകളുണ്ട്. സോ ഇനി നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഞങ്ങൾക്ക് അതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത തരട്ടെ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ 10ാം ക്ലാസ് +2 കൊടുക്കുന്നത് നമ്മളാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം NIOS. ഞാൻ ആൾറെഡി പറഞ്ഞു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഇതാണ് ഏറ്റവും വാലിഡ് ആയിട്ടുള്ളത്, വാല്യൂ ഉള്ളത്. PSC, UPSC, നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ തുടർ പഠനത്തിന് ഡിഗ്രിക്കോ, നിങ്ങൾ എന്താ പറയാ ഒരു +2 കൊണ്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ് കൊണ്ട് എന്തെല്ലാം യൂസ്ഫുൾ നടക്കുമോ അത് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഏത് വെച്ച് നടക്കും, NIOSന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കും. ഓക്കെ, 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും അത്രത്തോളം അതിന് വാല്യൂ ഉണ്ട്. കാരണം നമ്മുടെ ഇന്ത്യ രാജ്യം സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അത്രത്തോളം അതിന് വാലിഡിറ്റി. എല്ലാ എക്സാമും, ഈ ഒരു എക്സാമും കൂടി ചോദിക്കണ്ട, എല്ലാ എക്സാമും 10ാം ക്ലാസ്സോ +2ന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് എഴുതാൻ പറ്റുന്ന എല്ലാ എക്സാമും NIOSന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വാലിഡ്. ഓക്കെ, അപ്പോ ഇതിന്റെ ആദ്യം തന്നെ ഫീസ് സ്ട്രക്ചർ പറയാം. വളരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് വരുന്നത് ടോട്ടൽ ആണ് ആദ്യം തന്നെ പറയാം, 10,500 രൂപയാണ് ഫീസ്. എത്രയാണ് വരുന്നത്, 10,500. ഈ 10,500 നമുക്ക് 2,000 രൂപയാണ് അഡ്മിഷൻ ഫീസ്. 2,000 രൂപ നമ്മളിവിടെ ചേരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അടക്കണം. ഓക്കെ, ബാക്കി നമ്മളിത് NIOS നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണ്ടേ. യെസ്, രജിസ്ട്രേഷൻ ഫീസ് 3,500. ഇതാണ് രജിസ്ട്രേഷൻ ഫീസ്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ ക്ലാസ് ഓൺലൈൻ ആയിട്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന് വരുന്നത് 5,000 രൂപ. ഓക്കെ, ക്ലാസ് ടോട്ടൽ അപ്പൊ എത്രയായി, 10,500 പ്ലസ് കഴിഞ്ഞിട്ടില്ല, പ്ലസ് എക്സാം ഫീസ് കൂടെ വരും. എക്സാം ഫീസ് ഏകദേശം 1,000-1,500. ഇനി സയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത്ര ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടും, നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചോ, 14,000 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്, ഇതേ സെയിം കാര്യം നിങ്ങൾക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ 14,000 വേണ്ട, വെറും 10,500 രൂപ. നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു, 10,500 രൂപക്ക് നമ്മൾ ചെയ്തു കൊടുക്കും NIOS. ഓക്കെ, എല്ലാ PSC, UPSC ഏത് എക്സാമും ഒക്കെ. പിന്നെ നിങ്ങൾ എന്തായി, 10ാം ക്ലാസ് +2 വാലിഡ് ആയി. ഓക്കെ, യെസ്. ഇനി ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്നല്ല പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഇത് ഓഫ്ലൈൻ എക്സാം ആണ്. ക്ലാസ്സസ് ഓൺലൈൻ ആണ്, പക്ഷെ എക്സാം ഓഫ്ലൈൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അടുത്ത സെന്റർ കിട്ടുമോ, നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് സെന്റർ കിട്ടുമോ. സെന്റർ ഉണ്ടാവും. ഓക്കെ, എല്ലാ ജില്ലകളിലും NIOSന്റെ എക്സാമിന്റെ സെന്റർ ഉണ്ട്. സോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെന്റർ ഒരു 10-20 കിലോമീറ്റർ റേഞ്ചിൽ എന്തായാലും സെന്റർ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ പോയിട്ട് എക്സാം ഭംഗിയായിട്ട് എഴുതും. ഓക്കെ,
ഇനി ഇതിൽ വരുന്നത് 5 വിഷയങ്ങളാണ്. ഞാൻ ഇപ്പൊ വിഷയങ്ങൾ ഏതാണെന്ന് ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മലയാളം, അറബിക് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വിഷയങ്ങളുണ്ട്. ഓക്കെ, മലയാളത്തിൽ എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, PSC ഒക്കെ അപ്രൂവ്ഡ് ആണ്. ഞാൻ പറഞ്ഞ ഫുൾ അപ്രൂവ്ഡ് ആണ്. ഏറ്റവും വാലിഡ് ഉള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് NIOS. മനസ്സിലായി എന്ന് വിചാരിക്കുക. ഓക്കെ, യെസ്. ഇനി പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ജാമിയ. ജാമിയ ഉറുദു അലിഗർ. ഓക്കെ, യെസ്. ഈ ജാമിയ ഉറുദു അലിഗർ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവരും 10ാം ക്ലാസ്സിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഓൺലൈനാണ്. കംപ്ലീറ്റ് ആയിട്ടാണ് ഓൺലൈനാണ് ക്ലാസ്സും ഓൺലൈനാണ് എക്സാം. പക്ഷേ ഇതിൽ 100% ഞാൻ എന്ത് ചെയ്യുന്നു, 100% നിങ്ങൾ വിജയിച്ചിരിക്കും. 100% നിങ്ങൾ എന്താവും, നിർബന്ധമായിട്ടും നിങ്ങൾ പാസ്സാവും. ഓക്കെ ആണല്ലോ? യെസ്. ഇതിന് പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഫീസ് കുറച്ച് കൂടുതലാണ്. ഫീ വരുന്നത് ആകെ എക്സാം അടക്കം, എക്സാം ഫീ, രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ്, എല്ലാ ഫീസും അടക്കം. അതിൽ അഡ്മിഷൻ 2000, 10,000 ആണ് ഇതിന്റെ രജിസ്ട്രേഷൻ. അതാണ് ഇതിന്റെ എത്ര കൂടുതൽ. ഓക്കെ, യെസ്. 10,000 ആണ് രജിസ്ട്രേഷൻ ഫീസ്. പിന്നെ എക്സാമും ക്ലാസ് ഒക്കെ ആയിട്ട് 5,000. അങ്ങനെ ടോട്ടൽ 17,000 രൂപ ഇതിന് വരുന്നുണ്ട്. അത് ഇതിന്റെ ഒരു പ്രശ്നമാണ്. ഫീ കുറച്ച് കൂടുതലാണ് ജാമ്യം. പക്ഷെ ഇവിടെ എന്താണ്, നമ്മൾ പാസ്സാക്കി തരും 100, അല്ലെങ്കിൽ നമ്മൾ പൈസ തിരിച്ചു തരും. മനസ്സിലായോ? അത്ര അഷുറൻസ് ആണ്. നമ്മൾ ഇതുവരെ ഒരാൾ എന്തിട്ടില്ല, തോറ്റിട്ടില്ല. 100% നിങ്ങൾ പാസ്സായിരിക്കും. പക്ഷെ NIOS ആയതുകൊണ്ട്, ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് ഓൺലൈൻ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങളെ പാസ്സാക്കിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. NIOS കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, യെസ്. ഇനി ഫീ 17,000. പിന്നെ ഇതിനൊരു ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ PSC ഒന്നും ഇത് അപ്രൂവ്ഡ് അല്ല. PSC ഒന്നും ഇത് വെച്ചിട്ട് എഴുതാൻ കഴിയില്ല. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളൊന്നും ഇത് അപ്രൂവ്ഡ് അല്ല. അതായത് ചില യൂണിവേഴ്സിറ്റികളൊന്നും ഇതിന് തുടർ പഠനം നിങ്ങൾക്ക് നടത്താൻ പാടില്ല. ഇവരുടെ തന്നെ ഇവർ അംഗീകരിക്കുന്ന കുറെ യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിഗ്രിയോ PGയോ +2 ഒക്കെ എടുക്കുക. പക്ഷെ അല്ലാത്തതിൽ എടുക്കാൻ പറ്റില്ല. ചില കമ്പനികൾ അംഗീകരിക്കും, ചില ആളുകൾ, വളരെ കുറച്ച് ആളുകൾ ഈ ഒരു ജാമിയ ഉറുദു അലിഗർ എന്ന് പറയുന്നതിന്റെ സർട്ടിഫൈന് അവര് സമ്മതിക്കണില്ല. ഓക്കെ, യെസ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു +2 മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു SSLC മതി എന്നതാണ് നിങ്ങളുടെ തോട്ട് എന്നുണ്ടെങ്കിൽ, ഈ ജാമിയ ഉറുദു അലിഗർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ പഠിക്കേ വേണ്ട. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വെറും 3 മാസം മതി. എത്ര മതി? വെറും 3 മാസം കൊണ്ട് കിട്ടും. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോസെ. എന്താ ബോസെ എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ. അതിന്റെ SSLCക്ക് വരുന്നത് 20,000 രൂപയാണ്. ഇതും കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ആണ്, ജാമ്യ പോലെ തന്നെ. പക്ഷെ ജാമ്യനേക്കാളും ഒന്നുകൂടെ വാലിഡിറ്റി ബോസേക്ക് ഉണ്ട്. PSC കാര്യങ്ങളൊക്കെ എഴുതാം. ഒന്നുകൂടെ വാലിഡും ഒന്നുകൂടെ എന്താ പറയുക, വാലിഡിറ്റി ഉള്ളതാണ് ഇത് ബോസെ എന്ന് പറയുന്നത്. അഡ്മിഷൻ ഫീസ് 2,000, രജിസ്ട്രേഷൻ ഫീസ് 10,000, എക്സാം ഫീസ് മൊത്തത്തിൽ 20,000 രൂപ നിങ്ങൾക്ക് ചെലവാകും. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ NIOS ഇതിന്റെ പകുതി ഉള്ളൂ, പക്ഷെ ഇത് 20,000 രൂപ വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതാണ് ഈ 3 സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. 1 NIOS ഉണ്ട്, 2 ജാമ്യ ഉണ്ട്, 3 ബോസെ ഉണ്ട്. ഇതില് സയൻസ് ഉണ്ട്. ഇപ്പൊ +2 ആണെന്നുണ്ടെങ്കിൽ സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, എന്താ പറയാ, അതുപോലെ തന്നെ കൊമേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാം. ഇതേപോലെ തന്നെയാണ് എന്ത് SSLC +2 വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. +2 ജാമ്യക്ക് എന്താ പറയുന്നത് 17,500 ആണ്. ഓക്കെ, ബാക്കിയുള്ള അതർ കാര്യം SSLC ആയാലും +2 ആയാലും കംപ്ലീറ്റ് സെയിം ആണ്. നമുക്കറിയാലോ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താ, ഞാൻ വിളിക്കുകയും ചെയ്യാം. ഓക്കെ, യെസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാം.
ഓക്കെ യെസ്. അപ്പൊ ഈ ഓഫർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഭാവി എന്ത് ചെയ്യുക, സെക്യൂർ ആക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് SSLC ആയാലും പ്ലസ് ടു ആയാലും ഏകദേശം സെയിം ആണ്. മനസ്സിലാണ്ടോ? ഫീസിന്റെ കാര്യങ്ങളും ഇതൊക്കെ. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ യെസ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻ, ഏതാണ് ഇഷ്ടമായത്? നേഴ്സ് വേണോ അതോ നമ്മുടെ ജാമ്യമാണോ ബോസയാണോ? ഏതിലാണ് നിങ്ങൾ 10th എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ജാമ്യയും ബോസയും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സിമ്പിൾ ആണ്, പെട്ടെന്ന് പാസ്സായ എക്സാം. NS കുറച്ച് ടഫാണ്, കുറച്ച് പഠിച്ചാൽ പാസ്സാവും. ഓക്കെ, അതൊരു നല്ലൊരു പഠിത്തം പഠിച്ചോന്നൊന്നുമില്ല, കുറച്ച് പഠിച്ചാൽ തന്നെ പാസ്സാവാം. ഓക്കെ, ബാക്കി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്.